ഹരേ കൃഷ്ണ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉച്ചപൂജാ സമയം എന്ന് പറയുന്നത് ഭക്തലക്ഷങ്ങൾക്ക് ഏറ്റവും ഭക്തിസാന്ദ്രവും വികാരനിർഭരവുമായ അനുഭവം തരുന്ന ഒരു സമയമാണ്. ക്ഷേത്രത്തിനകത്തും പുറത്തും നാമജപങ്ങളും പ്രാർത്ഥനകളും കൊണ്ട് അന്തരീക്ഷം ആത്മീയതയുടെ പരകോടിയിലെത്തുന്ന നിമിഷങ്ങളാണ്. ശ്രീലകത്ത് നിന്ന് പുറത്തേക്ക് ഒഴുകി വരുന്ന കളഭത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും ദശാംഗങ്ങളുടെയും പിന്നെ തുളസിപ്പൂക്കളുടെയും ഒക്കെ സുഗന്ധം ഭക്തരുടെ മനസ്സിലെ എല്ലാ ഭൗതിക ചിന്തകളെയും അങ്ങ് മായ്ച്ചു കളഞ്ഞ് ഭഗവാനിലേക്ക് മാത്രം. ഇന്നത്തെ ഉച്ചപൂജയ്ക്ക് ഭഗവാൻ മുരളീധരൻ്റെ ഭാവത്തിലാണ് ഭക്തർക്ക് ദർശനം നൽകിയത്. കളഭത്താൽ തീർത്ത അതിമനോഹരമായ ഒരു കുഞ്ഞു കണ്ണൻ രൂപമാണ് ഉണ്ടായിരുന്നത്. ചെറിയ കാലുകളൊക്കെ പിണച്ചു വെച്ച് അധരങ്ങളിലെ ഓടക്കുഴൽ ചേർത്ത് പിടിച്ച് സംഗീതം പൊഴിക്കുന്ന അതീവ ഹൃദ്യമായിട്ടുള്ളൊരു ഭാവമാണ് ഇന്നുണ്ടായിരുന്നത്. ആ കുഞ്ഞിക്കാലുകൾ പിണച്ചു വെച്ച നിൽപ്പ് കണ്ടാൽ ഓടിച്ചെന്നിങ്ങനെ വാരിയെടുക്കാൻ തോന്നും നമുക്ക്. പിണച്ചു വെച്ച ആ തൃപ്പാദങ്ങളിൽ പൊൻതളകൾ ചാർത്തിയിരിക്കണു. ഭൗതിക ലോകത്തെ ബന്ധനങ്ങളിൽ നിന്ന് മോചനം നൽകുന്നവനാണ് ആ തൃപ്പാദങ്ങൾ എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഭഗവാന്റെ കുഞ്ഞി വയറിൽ പട്ടുകോണകവും കിങ്ങിണിയും ചാർത്തിയിട്ടുണ്ട്. ആ കിങ്ങിണികൾ മുരളീരവത്തിനൊപ്പം താളം പിടിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. കഴുത്തിൽ മണിമാലകളും വളയം പോലുള്ള സ്വർണമാലകളും ശോഭിക്കുന്നുണ്ട്. ഇത് ഭഗവാന്റെ ഐശ്വര്യത്തെയും പ്രപഞ്ചനാഥൻ എന്നുള്ള നിലയിലുള്ള പൂർണ്ണതയെയും കാണിക്കുന്നുണ്ട്. ഓടക്കുഴൽ പിടിച്ചിരിക്കുന്ന ആ കൈകളിൽ തിളങ്ങുന്ന വളകൾ ചാർത്തിയിട്ടുണ്ട്. ചെവികളിൽ സ്വർണ്ണപ്പൂക്കളും തോൾഭാഗത്ത് സ്വർണ്ണഗോപിയും ചാർത്തിയിരിക്കുന്നു. നെറ്റിയിൽ തിളങ്ങുന്ന ഒരു തിലകം ചാർത്തിയിട്ടുണ്ട്. ഭഗവാന്റെ ആ മനോഹരമായ പുഞ്ചിരി ഭക്തരുടെ എല്ലാ ദുഃഖങ്ങളും മായ്ക്കുന്ന ഒന്നാണ്. നീ പുഷ്പാലങ്കാരങ്ങൾ നോക്കി നോക്കൂ. 2 പ്രധാന തിരുമുടി മാലകളാണ് ഭഗവാന് ചാർത്തിയിട്ടുള്ളത്. ഒന്ന് ചുവന്ന തെച്ചിപ്പൂക്കൾ മാത്രമായിട്ട് കോർത്തുണ്ടാക്കിയിട്ടുള്ളൊരു മാലയും രണ്ടാമതായിട്ട് നമ്മുടെ നന്ദ്യാർവട്ട പൂക്കൾ കൊണ്ട് കോർത്തുണ്ടാക്കിയിട്ടുള്ളൊരു മാലയാണ്. അങ്ങനെ 2 തിരുമുടിമാലകളാണ് ഇന്ന് ഭഗവാന് പ്രധാനമായിട്ടും ചാർത്തിയിട്ടുള്ളത്. പിന്നെ 6 ഉണ്ടമാലകളാണ് ഇങ്ങനെ വിധാനമായിട്ട് തൂക്കിയിട്ടിരിക്കുന്നത്. തെച്ചിപ്പൂവും തുളസിയും ഇടകലർത്തിയിട്ടുള്ള ഒരു മാലയുണ്ട്. വെളുത്ത പൂക്കൾക്ക് മുകളിൽ ഇങ്ങനെ തെച്ചിപ്പൂക്കൾ പൊട്ടു പോലെ വെച്ച് അലങ്കരിച്ച ഒരു മാലയുണ്ട്. പിന്നെ അതേപോലെ ഭഗവാന്റെ ഏറ്റവും ഇഷ്ടമുള്ള മാലയാണല്ലോ തുളസി മാല. താമരപ്പൂക്കളും തുളസിയും ചേർന്ന മാലകളുണ്ട്. ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം എന്ന് പറയുന്നത് ഭക്തൻ്റെ ഹൃദയത്തിൽ തെളിയേണ്ട ഒരു രൂപം തന്നെയാണ്. കാർവർണ്ണനുണ്ണിക്ക് കളിക്കുവാൻ ഞാൻ എൻ്റെ ഹൃത്തടം കാട്ടിക്കൊടുത്തു എന്നുള്ള പോലെയാണ് അത്. ഭക്തൻ്റെ ഹൃദയമാകുന്ന താമരപ്പൂവിൽ ഭഗവാൻ വന്ന ആടണം എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിലെ പ്രളയങ്ങളെയൊക്കെ മാറ്റിയിട്ട് അവിടെ ഭക്തിയുടെ വെളിച്ചം നിറയ്ക്കണം എന്നുള്ളതാണ് ഈ ദർശനം നൽകുന്ന സന്ദേശം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ മുറുകെ പിടിച്ച് നമുക്ക് സർവവും സമർപ്പിച്ച് നാരായണനാമം ജപിക്കാം. അങ്ങനെ നാരായണനാമം ജപിക്കുമ്പോൾ, അങ്ങനെ ശരണം പ്രാപിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ആനന്ദം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയണത്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നാരായണനാമം ജപിക്കാം. നാരായണ 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 കൃഷ്ണ ഗുരുവായൂരപ്പ.